നമ്മുടെ കമന്റ് ബോക്സിൽ കുറച്ച് ദിവസമായിട്ട് അംബാസിഡർ കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഫോർസയ്ക്കകത്ത് അംബാസിഡർ എന്ന് പറയുന്ന ഒരു വണ്ടി ഇല്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ ഏതാണ്ടൊക്കെ ലുക്ക് വരുന്ന ഒരു വണ്ടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊരു 1955 മോഡൽ ഷെവർലെറ്റ് ആണ്. കാലപ്പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയിൽ അത്യാവശ്യം നല്ലപോലെ പെയിന്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. എഞ്ചിനൊക്കെ നല്ല പക്കയാണ്. നമ്മൾ ഡ്രൈവർ ഇപ്പൊ ഓടിച്ചിട്ട് കൊണ്ട് വച്ചേ ഉള്ളൂ. അത്യാവശ്യം നമുക്ക് കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഈ വണ്ടിയിൽ എടുക്കാറുണ്ട്. കുറെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഫ്രണ്ട് സസ്പെൻഷൻ പൊക്കി വെച്ചിട്ടുള്ള മോഡലാണ്. എനിക്ക് തോന്നുന്നത് ഇവര് ഡ്രാഗ് റേസിനൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് മോഡലാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഫ്രണ്ട് സസ്പെൻഷൻ നല്ല റേസ് ചെയ്തിട്ടാണുള്ളത്. ബാക്ക് ആണെങ്കിൽ നല്ല താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഗ്ലാസിനൊന്നും വേറെ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. നമുക്ക് ഒന്നേന്ന് എന്തായാലും വണ്ടി മൊത്തത്തിലൊന്ന് അയച്ച് പണിയേണ്ടി വരും ഗൈസ്. ഈ വണ്ടിയുടെ ബാക്കിലത്തെ ലുക്കുമായിട്ട് അംബാസിഡറിന് ഒരു ബന്ധമില്ല കേട്ടോ. ഒരുമാതിരി ഷാർപ്പായിട്ടുള്ള സംഭവമാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. അംബാസിഡറിലൊക്കെ ഏതാണ്ട് ഓവൽ ഷേപ്പിലുള്ള ബാക്ക് ലൈറ്റ് ഒക്കെയാണ് കേട്ടോ പറഞ്ഞത്. ബമ്പറൊക്കെ ഏതാണ്ട് സെയിം ആണ്. പക്ഷെ ഇതിന് ഫ്രണ്ട് ബമ്പർ ഇല്ല കേട്ടോ. ഫ്രണ്ട് ബമ്പർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏതാണ്ട് അംബാസിഡറിന്റെ ലുക്കൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. ആ സിൽവർ ബമ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന നൈസ് ആയിരിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇവനെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോവാ ഗൈസ്. നമുക്ക് ഇതിനെ റീസ്റ്റോർ ചെയ്ത് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. പിന്നെ റേസിനൊക്കെ കൊണ്ടുപോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവനെ ഇവിടെ നിന്ന് പുറത്തിറക്കാം. ഇവിടെ അധിക നേരം ഇവനെ നമുക്ക് പൂട്ടിയിടണ്ട. ഇന്റീരിയർ കണ്ട ഗൈസ് വണ്ടിന്റെ RPM മീറ്റർ ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടാ. ഇത് പക്ക ഡ്രാഗ് റേസിന് യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്. ഞാൻ ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാട്ടോ. എടാ പോപ്സ് ഒക്കെ എഴുത്. ലെറ്റ്സ് ഗോ. അത് ഒരിക്കൽ വന്ന തന്നെ കേട്ടോ. ഇനി വരത്തില്ലെന്നാ തോന്നേ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവനെ റീസ്റ്റോർ ചെയ്ത് കുട്ടപ്പനാക്കി ഇറക്കണം. ഏതൊക്കെ സ്ഥലത്താളിയാ നമ്മൾ ഇവനെ കൊണ്ടിട്ടേക്കണം. ബ്രേക്കൊക്കെ ഉണ്ടല്ലോ. ഇച്ചിരി പഴയ വണ്ടിയാണ്. ബ്രേക്കൊക്കെ കുറവട്ടോ. പക്ഷെ എഞ്ചിൻ സീനാണ് ഇപ്പോഴും. എഞ്ചിനൊന്നും ഒരു കുലുക്കുമില്ലൂടെ ഇപ്പോഴും. എടാ ഫ്രണ്ട് ലിഫ്റ്റ് ചെയ്തിരിക്കണമെന്ന് ധൈര്യമായിട്ട് നമുക്ക് എവിടെ വേണേ പൊളിയാ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് കിടക്കുന്ന കേട്ടോ റോഡില്. സോ നോക്കി കൊണ്ടുപോവാ. ഒന്ന് കാല് കൊടുക്കാട്ടാ. ഒളിയാ ഏതാ സാധനം. ഞാൻ കാല് നല്ല ചവിട്ടി കൊടുത്തിരിക്കാട്ടാ. എടാ ബ്രേക്ക് ഉണ്ട് കുഴപ്പമില്ല. ഇടിക്കല്ലേ. ലെറ്റ്സ് ഗോ. ഇജാതി കൺട്രോൾ കേട്ടാ സാധനത്തിന്. വിഷയം കൺട്രോൾ കഴി. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടാ വണ്ടി. ഡ്രിഫ്റ്റ് ചെയ്യുന്ന നോക്കി കുഴപ്പമില്ല കേട്ടോ സാധനം. ഇതിന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ട്യൂണേ ചെയ്യണ്ട. നമുക്ക് സ്റ്റോക്കായിട്ട് തന്നെ ഓടിക്കാം. ഇത് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ പറക്കും കേട്ടാ. എന്റെ പള്ളി അളിയ കൺട്രോളേ കിട്ടുന്നില്ലേ. സ്പീഡ് കൂടി കഴിഞ്ഞാൽ പിന്നെ കൈ നിൽക്കില്ല കേട്ടോ സാധനം. ലാത്തുന്നു. എനിക്ക് തോന്നുന്നു നല്ല ബോഡി റോളുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് ലാത്തുന്നടാ സ്റ്റിയറിങ്. പഴയ സ്റ്റിയറിങ് അല്ലേ കൈ, പവർ സ്റ്റിയറിങ് അല്ലെന്നോ തോന്നാ സംഭവം. വണ്ടി എന്തായാലും കൊള്ളാട്ടോ. അംബാസിഡറിലൊക്കെ ഈ എഞ്ചിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊളിക്കും. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് അറിയാന്നുള്ളൊരു പുള്ളിക്കാരന്റെ വർക്ക്ഷോപ്പിലാണ് നമ്മളിത് കൊടുക്കാൻ പോകുന്നത്. നല്ല ലാത്തിലുണ്ട് കേട്ടോ വണ്ടി. കയ്യിൽ നിൽക്കുന്നില്ല. എടുത്തോണ്ട് പോവാ. തെറിച്ചെടുത്തോണ്ട് പോവാ വണ്ടി. ലെറ്റ്സ് ഗോ. വണ്ടിക്ക് ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഗൈസ്. നമുക്ക് ഇടിക്കല്ലേ. ലെറ്റ്സ് ഗോ. അവിടെ ഏതോ ഓഫ് റോഡ് മീറ്റ് നടക്കുക കേട്ടോ. അതിന്റെ പരിപാടിയാണ് അവിടെ. ലെറ്റ്സ് ഗോ. ഓഫ് റോഡ് അടിക്കണോ? കുറച്ചു നേരം നമുക്ക് മണലിട്ട് ഓടിച്ചാലോ. കുറച്ച് മണൽ കയറി പോവാട്ടോ. എന്റെ പള്ളി ഏതാ സാധനം. ഒരു രക്ഷയില്ലാത്ത പവർ കേട്ടോ ഗൈസ് വണ്ടിക്ക്. ലെറ്റ്സ് ഗോ. 5th ഗിയർ. എത്ര ഗിയർ ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 6th ഗിയർ വരെ ഉണ്ടെന്നാ തോന്നേ. ഞാനിപ്പോ 5th ഓടിക്കുന്നത്. 4th ആക്കി കഴിഞ്ഞാൽ പറക്കും കേട്ടോ. നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്താൽ എടുത്തോണ്ടൊരു പോക്കാണ് സാധനം. ഒന്നും പറയാനില്ല. നമുക്കിനി ഇതുപോലത്തെ വിന്റേജ് കാർസ് കണ്ടുപിടിച്ച് കുറെയൊക്കെ റീസ്റ്റോർ ചെയ്യണം കേട്ടോ. നമ്മൾ കുറെ മോഡേൺ കാർസ് ഒക്കെ നമ്മൾ ഇതിൽ ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു വിന്റേജ് കാർ ചെയ്യുന്ന കുറച്ചുകൂടെ നല്ലത്. ലെറ്റ്സ് ഗോ. എടാ അംബാസിഡറിലൊക്കെ ഈ സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കത്തും കേട്ടോ സാധനം. എന്റെ പള്ളി ഒരു രക്ഷയില്ലാത്ത മുതല് കഴിച്ചു. കൺട്രോളും ഉണ്ട് അത്യാവശ്യം. ഞാൻ ഇന്റീരിയർ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഇന്റീരിയർ വ്യൂ കേട്ടോ. ഇടിക്കല്ലേ. ലെറ്റ്സ് ഗോ. ഇപ്പൊ ഇടിച്ചു തരാൻ കുറച്ചുകൂടെ നമുക്ക് കൊടുത്തു പോവാ.
എന്റെ പള്ളി, നല്ലൊരു ഇറക്കം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ചവിട്ടിയും കൂടാട്ടാ ഗൈസ്. നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കണം. ഇവിടെ എവിടെയാണ് സാധനം? ഇവിടെ എവിടെയല്ല, കുറച്ച് പോവാനുണ്ട്. ഒരു 10-15 കിലോമീറ്റർ നമുക്ക് ഓടിക്കാം കേട്ടോ. Let's go. 133. നമുക്ക് ടോപ്പ് എൻഡ് ഒക്കെ നമുക്ക് എന്തായാലും ഇത് ട്യൂൺ ചെയ്തിട്ട് നോക്കാട്ടോ. എഞ്ചിന് കുറച്ച് പണിയുണ്ട്, അപ്പോ ടോപ്പ് എൻഡ് എന്തായാലും കയറാൻ പറ്റത്തില്ല. എഞ്ചിൻ ഇത്തിരി ശോകമാണ് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന ലൊക്കേഷൻ മാർക്ക് ചെയ്യാം ഗൈസ്. അല്ല നമ്മൾ വെറുതെ ഇങ്ങനെ ഓടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പക്ഷേ എത്തിയത് റോങ് റൂട്ടിലായി പോയി കേട്ടോ. നമുക്ക് കറക്റ്റ് തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരണം. വീട്ടിൽ നിന്നാണ് നമ്മൾ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ചവിട്ടി വിട് പാപ്പ. ലെറ്റ്സ് ഗോ. ആളിയാ എടാ, ബാക്കിൽ എന്താടാ മൊത്തം ചെതലാണോ ഈ വണ്ടിയുടെ ബാക്കിലൊക്കെ? എന്തൊക്കെ ക്ലാവൊക്കെ പിടിച്ചിരിക്കുന്ന കേട്ടാ. മൊത്തം തുരുമ്പിച്ച് പെയിന്റൊക്കെ പോയിരിക്കുവാന്ന്. ഇതൊക്കെ മറ്റേ പാണ്ഡവന്റെ കാലത്ത് കിടിലൻ പെയിന്റ്സ് ആണ് കൈ. ഏകദേശം 1955 ഇറങ്ങിയ അടിച്ച പെയിന്റ് ആയിരിക്കും ഇതൊക്കെ. എവിടെ പോകുന്നത് അണ്ടാ? ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ഫ്രണ്ടിലൊക്കെ ഇപ്പോഴും പെയിന്റ് ഉണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നു ഈ കടലിന്റെ അടുത്ത് കടന്നുകൊണ്ട് ഈ ഉപ്പുരസം പറ്റിയിട്ടായിരിക്കും പെയിന്റ് ഒക്കെ കുറെ പോയത് കേട്ടാ. അല്ലെങ്കിൽ ഇനിയും കടക്കുമായിരുന്നു. നമ്മുടെ ഈ മലപ്രദേശത്തൊക്കെ ആണ് വണ്ടി കടന്നിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടെ പെയിന്റ് കാണുമായിരുന്നു. അല്ലെങ്കിൽ ഡ്രിഫ്റ്റൊക്കെ ചെറുതായിട്ട് ചെയ്യാട്ടോ. ഡ്രിഫ്റ്റൊക്കെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ അധികം ട്രൈ ചെയ്യുന്നില്ല. ചെറുതായിട്ടൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാട്ടോ. ചെറുതായിട്ടല്ല, നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ വീടെത്താറായിട്ടുണ്ട്. ഇത് മൈൽസ് പെർ അവറിലാട്ടോ ഇതിന്റെ മീറ്റർ കിടക്കുന്നത്. നമുക്ക് തന്നെ കിലോമീറ്റർ പെർ അവർ ആക്കണം. കുറച്ച് പണിയുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി മൊത്തത്തിലൊന്ന് അഴിച്ച് പണിയാനുണ്ട്. മാക്സിമം ഞാൻ ചവിട്ടി വിടും കേട്ടോ ഗൈസ്. 3rd ഗിയറിൽ ഇതിന്റെ ടോപ്പ് എൻഡ് നോക്കാം കേട്ടോ. എന്തായാലും നല്ലൊരു ഹൈവേ ഇട്ടിട്ടുണ്ട്. 133 കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് പോപ്സ് കേൾക്കുന്നുണ്ട് കേട്ടാ. വണ്ടി തിരിഞ്ഞ് അയ്യ ഇടിക്കല്ലേ. ഭാഗ്യമൊന്നും പറ്റിയില്ല കേട്ടാ. ലെറ്റ്സ് ഗോ. ഇടയ്ക്കിടയ്ക്ക് വണ്ടി കയ്യിൽ നിന്ന് പോടാ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴേ. പിന്നെ ഞാൻ ഓടിക്കണോണ്ട് കുഴപ്പമില്ല. നമ്മളറിയാലോ, പ്രൊഫഷണൽ ഡ്രൈവേഴ്സാണ് ഇവിടത്തെ. ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടാടാ ഇത് വെച്ചിട്ട്. ഇത് എവിടെയെങ്കിലും ഒക്കെ എടുത്തിട്ട് പോകും ഗൈസ്. നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഈ വണ്ടിക്ക് അടിക്കാൻ പോണ ഒരു പച്ച പെയിന്റ് ആട്ടോ. എനിക്ക് പച്ച അംബാസിഡറിലെ പച്ച കളർ സ്യൂട്ടാവാൻ തോന്നുന്നുണ്ട്. പച്ച അല്ലെങ്കിൽ ബ്ലാക്ക് നമ്മൾ ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് റീസ്റ്റോർ ചെയ്യാനുള്ള വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ റീസ്റ്റോർ ഒക്കെ ചെയ്തിട്ട് കാണാം. ഇതിൽ പച്ച അല്ലെങ്കിൽ ബ്ലാക്ക് പെയിന്റ് ആയിരിക്കും ഗൈസ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഹെഡ്ലൈറ്റും അതുപോലെ പെയിന്റും മൊത്തത്തിൽ വണ്ടി മാറ്റാൻ പോവാണ്. നമ്മൾ എഞ്ചിൻ ട്യൂണിങ്ങും ചെയ്യാൻ പോവാണ് ഗൈസ്. പറ്റുവാണെങ്കിൽ പോപ്സ് ആൻഡ് ബാങ്ക്സ് ഞാൻ വരുത്താൻ നോക്കാം. അപ്പോൾ എന്തായാലും ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം നമുക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ഗ്രീനും ബ്ലാക്കും കലർന്ന ഒരു പെയിന്റ് ആണ് ഗൈസ് നമ്മൾ അടിച്ചിട്ടുള്ളത്. ഇത് നല്ല വെയിലത്ത് എക്സ്പോസ് ആകുമ്പോഴത്തേക്കും കളറൊക്കെ നല്ല സെറ്റ് ആയിട്ട് എടുത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അംബാസിഡറിന്റെ പോലത്തെ ഒരു അലോയ് വീലാണ് തപ്പിയിട്ട് ഇത് മാത്രമേ കിട്ടിയുള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അലോയ് വീൽ തന്നെ എടുത്തിട്ടുള്ളത്. വണ്ടിയുടെ പവർ അത്യാവശ്യം നല്ലപോലെ ഇപ്പൊ ഇൻക്രീസ് ആയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇപ്പൊ എന്തായാലും ഒരു 230 കഴിഞ്ഞ് കയറും കേട്ടോ. നേരത്തെ 200 അടുപ്പിച്ചൊക്കെ ടോപ്പ് എൻഡ് കിട്ടുള്ളായിരുന്നുള്ളൂ ഗൈസ്. എഞ്ചിനൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ എഞ്ചിനൊക്കെ പുറത്ത് എക്സ്പോസ് ആയിട്ടാണ് ഇരിക്കണേ. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ലിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും കാലൊന്ന് കൊടുത്ത് കാണിച്ചു തരാം. കുറച്ചുപേര് എക്സോസ് നോട്ട് കേൾക്കാനായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കണേ ഗൈസ്. പതിയെ കൊടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഈ സൗണ്ടാണ്. ഞാനൊന്ന് ഫുൾ ത്രോട്ടിൽ കൊടുത്ത് കാണിച്ചു തരാം. ഗൈസ് നമ്മൾ ഗിയർ ഇടാതെ തന്നെ ന്യൂട്രലിൽ കടക്കുമ്പോൾ തന്നെ വണ്ടി ചെറുതായിട്ട് അനങ്ങി പോകുന്നുണ്ട് കേട്ടാ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോ. നല്ല ടോർക്കുള്ള വണ്ടിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും പുള്ളിക്കാരനെ റോഡിലോട്ടൊന്ന് ഇറക്കാം. അധിക നേരം നമുക്ക് എന്തായാലും ഇവിടെ ഇട്ടിരിക്കണ്ട, വേറെ സീനൊന്നും ഇല്ലല്ലോ നമുക്ക്. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. കാല് കൊടുത്ത ആശം കയറും കേട്ടോ. ടോപ്പ് എൻഡ് വരെ പെട്ടെന്ന് കയറും. പിന്നെ അത് കഴിഞ്ഞാ ഏതാ സാധനം ഗൈസ്. നമ്മൾ ഗിയർ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ. അധികം ടൈം എടുക്കാൻ പാടില്ല. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ.
അളിയ ഏതാ സാധനം ഗൈസ്. ഇതിന്റെ ടോപ്പ് എൻഡ് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. നല്ലൊരു സ്ഥലം കിട്ടുവാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ ടോപ്പ് എൻഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഇപ്പോഴത്തെ മോഡേൺ വണ്ടികളെക്കാട്ടും അത്യാവശ്യം നല്ല ടോർക്ക് കൂടുതലുള്ള വണ്ടിയാട്ടോ ഇത്. ഇന്റീരിയർ ഇട്ട് ഓടിക്കാനാണ് ഇത് കുറച്ചുകൂടെ എളുപ്പം കേട്ടാ. നമ്മുടെ സ്ഥിരം ഹൈവേ ഉണ്ടല്ലോ, നമ്മൾ സ്ഥിരം ടോപ്പ് എൻഡ് ചെക്ക് ചെയ്യണേ, അവിടോട്ടാണ് നമുക്ക് പോകാൻ കേട്ടാ. ഞാൻ റൂട്ടൊക്കെ മറന്നു ഇവിടെ. ഓ ഗൈസ്, ഇത് അവിടെ എത്തുന്നതിന് മുമ്പ് മിക്കവാറും നമ്മൾ ടോപ്പ് എൻഡ് മിക്കവാറും ചെക്ക് ചെയ്യും കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ ടോപ്പ് എൻഡ് കയറുന്നുണ്ട്. നമുക്ക് ആ സ്ഥലത്ത് പെട്ടെന്ന് എത്തണോടെ. ഹൈവേ എവിടെയാടേ? ഓക്കെ, നമ്മൾ പോകുന്ന റൂട്ടല്ല, നമുക്ക് ചെറുതായിട്ട് വഴി തെറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറുതായിട്ട് വഴി തെറ്റി. അവിടെ കാല് പയ്യെ കൊടുക്കുമ്പോൾ തന്നെ അങ്ങ് കയറി പോകുന്നതേ ഗൈസ്. നമുക്ക് ഹൈവേ കിട്ടിയിട്ട് വേണം ഒന്ന് ടോപ്പ് എൻഡ് ചെക്ക് ചെയ്യാനുണ്ട്. എന്ത് സ്പീഡാ ഇതിന് ഗൈസ്. കാല് പയ്യെ വയ്ക്കുമ്പോൾ തന്നെ എടുത്തെടുത്ത് ചാടുക കേട്ടോ ആശാൻ. ഗിയർ നമ്മൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് ഗിയറിൽ പോട്ടെ, നമുക്ക് ലാസ്റ്റ് ഗിയർ ഹൈവേ ചെന്നിട്ടിടാം. ഓ ബാലൻസും പോകുന്നുണ്ട് ഗൈസ്. ഇപ്പൊ തന്നെ ഏതാണ്ട് 100 അടുപ്പിച്ച് കേറി കേട്ടാ. അതേ ഇടിക്കല്. ഇത് കൺട്രോൾ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലടേ. ടോപ്പ് എൻഡ് ചെക്ക് ചെയ്യണതിന് മുമ്പ് ഇത് ചിലപ്പോ എവിടെയെങ്കിലും ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. നല്ല ടോർക്കുള്ളാണ്ടേ ഗൈസ്. ഇത് തെന്നി പോവാ, നമ്മൾ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുക്കുമ്പോ തന്നെ വണ്ടി തെന്നി പോവാ ഗൈസ്. അപ്പൊ നമ്മുടെ ഷെവർലെറ്റിന്റെ ടോപ്പ് എൻഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇത് കുറച്ച് ദൂരം മതിയാവും. പെട്ടെന്ന് ടോപ്പ് എൻഡ് കയറുന്ന ഒരു വണ്ടിയാണ് ഗൈസ്. അങ്ങനെയാണ് നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് മറ്റേ ഡ്രാഗ് റേസിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ടോപ്പ് എൻഡ് കയറും. സോ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും തുടങ്ങാം കേട്ടോ. നല്ലൊരു റോഡ് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഹൈവേ കണക്കിനുള്ള റോഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് കൊടുക്കാം. ഇതിന്റെ ടോപ്പ് എൻഡ് എത്രയാണ് നമ്മൾ നോക്കാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഫസ്റ്റ് ഗിയറിൽ 71 കയറിയിട്ടുണ്ട്, സെക്കൻഡ് ഗിയറിൽ 98 കയറിയിട്ടുണ്ട്, തേർഡ് ഗിയറിൽ 127 കയറിയിട്ടുണ്ട്, ഫോർത്തിൽ 161. എടാ പെട്ടെന്ന് കയറുവാടാ. ഫിഫ്തിൽ 199 കയറിയിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് ഗിയർ ആണ്. എടാ സിഗ്നൽ ഇൻഡിക്കേറ്റർ തിരിയുന്നത് തെണ്ടി ഗൈസ്. അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് ഗിയർ ആണ്. എത്ര കയറും നോക്കാട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. ലാസ്റ്റ് ഗിയറിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് 236 km/h ആണ് കേട്ടോ ഗൈസ്. നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവനെ നമുക്ക് നമ്മൾ സ്ഥിരം ചാടിക്കാറുള്ള സ്പോട്ട് ഉണ്ടല്ലോ, മറ്റേ കുളത്തിന്റെ അപ്പുറത്ത് നമുക്ക് ചാടിക്കാൻ കൊണ്ടുപോകണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അത് ഇടിക്കൽ. എടാ ഇത് കൺട്രോൾ പോകുന്ന കേട്ടാ. ചെന്താളിയ മലയുടെ മണ്ടയ്ക്കൊക്കെ കയറി പോകുന്നതാ. ലെറ്റ്സ് ഗോ. എടാ എങ്ങോട്ടാ പോണേ ഇത്? ഓക്കെ എടാ, നമ്മൾ ഗിയർ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ പണി വാളും കേട്ടാ. ഇതാണ് ഇതിന്റെ ടോപ്പ് എൻഡ്. ഇതിനപ്പുറം കയറത്തില്ല. 236 കഴിഞ്ഞാൽ പിന്നെ കയറത്തില്ല കേട്ടോ. അതാണ് ഇതിന്റെ പ്രശ്നം ഗൈസ്. ഇവിടെ നിന്ന് തിരിഞ്ഞാണ് നമുക്ക് പോകാൻ കേട്ടാ ഗൈസ്. ഈ എഞ്ചിനൊക്കെ അംബാസഡറിൽ വെച്ചുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതാ ഒരു മിൽട്ടൻ. എന്റെ പള്ളി. ഇടയ്ക്കിടയ്ക്ക് വളവും തിരിവ് മാറ്റോണ്ടിരിക്കുക മനുഷ്യന്റെ കൺട്രോൾ എത്തിക്കാൻ വേണ്ടിട്ട് ഗൈസ്. എന്തായാലും ഇപ്പൊ മഴ തീർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നൈസായിട്ട് പതിയെ കയറാട്ടോ. ഓക്കെ. ഓ എടാ കൺട്രോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടാ വണ്ടീന്റെ. ഓക്കെ, നമ്മൾ ചാടിക്കാനുള്ള സ്ഥലത്ത് നമ്മൾ എത്താറായിട്ടുണ്ട്. ഇതില് പോപ്സ് ആൻഡ് ബാങ്ക്സ് ചെയ്യാൻ പറ്റിയതാട്ടോ ഗൈസ്. ഞാൻ കുറെ ട്രൈ ചെയ്തു. ലെറ്റ്സ് ഗോ. ഓ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാട്ടോ. നമുക്ക് നല്ലപോലെ ഡ്രിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, പക്ഷെ നമുക്ക് ലൈറ്റ് ആയിട്ടൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വേലി ഇപ്പൊ കൊണ്ടുപോകും. ഭാഗ്യം. ഇതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ. കിടിലം മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അയ്യോ ഇവിടെ നല്ല ചെറിയാടെ വണ്ടി. ഞാൻ എന്നാതെ ഇപ്പൊ കഴിവിട്ടേ ഉള്ളൂ. അതായത് അപ്പൊ നമ്മൾ സ്ഥിരം ചാടിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ദൂരം ബാക്ക് ഇറക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ആ റാമ്പിൽ നേരെ അങ്ങ് പോവാട്ടോ. അത് ഇവിടെ നിന്ന് അങ്ങ് പോവാം, ഒരു സീനും ഇല്ല ഗൈസ്. നമ്മളിപ്പോ 4th ഗിയർ ഇട്ടാലും അത്യാവശ്യം ടോർക്കുള്ള വണ്ടി ആയതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ അനക്കി പോകാൻ പറ്റും കേട്ടാ.
കണ്ടാ കുറച്ച് സെക്കൻഡ് കൊണ്ട് തന്നെ ടോപ്പ് എൻഡും കയറും. ഞാൻ പെട്ടെന്ന് 60 എടുത്താട്ടാ ഗൈസ്. അവിടെ എത്രയും നമുക്ക് 236 കയറണം. ഇപ്പോഴേ കയറി ഗൈസ്. ഇത്രേ ഉള്ളൂ ഇതിന്റെ ടോപ്പ് എൻഡ്. ഇത് അതിന്റെ പകുതി പോലും എത്തും തോന്നില്ല കേട്ടാ. ലെറ്റ്സ് ഗോ. എനിക്കറിയാം ഗൈസ്, എനിക്കറിയാം ഇതിന്റെ പകുതി പോലും എത്തത്തില്ല. അത്രേ ഉള്ളൂ. പിന്നെ അല്ലടാ വണ്ടി ചെറുതായിട്ട് ചപ്പിയാട്ടാ. ഫ്രണ്ടിലൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. കുഴപ്പമില്ല ഗൈസ്. വർക്ക്ഷോപ്പിലുള്ള ചേട്ടൻ നമ്മുടെ ആളായുണ്ട്. വേറെ സീനൊന്നും ഇല്ല. നമുക്കിത് ഇന്ന് തന്നെ പണിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ കേട്ടാ. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിൽ മാത്രമേ ചെറിയ ചെറിയ ഡാമേജ് പറ്റിയിട്ടുള്ളൂ കേട്ടോ. ഫ്രണ്ട് ഇപ്പോഴും പക്കയാണ്. ഫ്രണ്ടിലും ചെറുതായിട്ട് ഒരച്ചിലൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നേ നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ കൊണ്ടിട്ടിരുന്നില്ലേ, ആ പുള്ളിക്കാരനും ഇതുപോലെ ഡാമേജ് ആക്കിയാണ് വണ്ടി കൊണ്ടിട്ടേന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇവിടെ എന്താടാ ബ്ലോക്ക്? എന്ത് പറ്റി? ഒരു ചെറിയ ആക്സിഡന്റ് കേട്ടാ. ഒരുത്തൻ ഫോർമുല 1 കാർ കൊണ്ടുവന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് പോയേക്കുക. തള്ളിക്കളയാൻ കേട്ടോ അവനെ. തള്ളാനും പറ്റത്തില്ല. എന്തൊരു ആത്മാവാടേ ഇത്. അനങ്ങല്ലടാ അവൻ. ആത്മാവേ. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ബ്ലോക്കൊക്കെ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല കേട്ടാ. 11 അവിടെ നിക്കട്ടെ. എന്റെ പള്ളി, ഏത് സ്ഥാനോടാ ഇത്? ഗൈസ്, നമ്മളിത് റേസിനാണ് പങ്കെടുക്കാൻ പോകുന്നത്. അതിന്റെ ഒരു അഹങ്കാരം എനിക്കില്ല. അയ്യോ അളിയ ഇടിച്ചില്ല. ദാ ഇപ്പൊ ഇടിക്കുവായിരുന്നു. ഓരോരുത്തന്മാര് ഇൻഡിക്കേറ്റർ ഇടാതെ ആടാ വളച്ചൊക്കെ എടുക്കുന്ന വണ്ടി. നമ്മൾ എഞ്ചിൻ ബ്രേക്കിംഗ് ചെയ്താണ് കേട്ടാ. ഇപ്പൊ തിരിഞ്ഞത് ഗിയർ മാറിപ്പോയി ഗൈസ് അറിയാണ്ട്. ഓക്കെ, സോളോ കൊടുക്കുക. പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യും. നമ്മളെ കാറാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് ഗൈസ്. ഇത് റേസിന് പറ്റിയ സാധനമല്ല ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോ നോക്കിയാൽ ഞാൻ കറങ്ങി തിരിക്കും ഗൈസ്. ഓക്കെ, നമ്മള് റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ മോഡിഫൈ ചെയ്ത് നമ്മളെ വണ്ടിയും കൊണ്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ്. ഇതെങ്ങനെയും ജയിച്ചേ പറ്റും കേട്ടാ. നമുക്ക് ചെറുതായിട്ട് ഹോൾഡ് ചെയ്ത് കളിക്കാട്ടോ. നമുക്ക് ഒരുപാട് കാറുണ്ടാ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു മസ്റ്റാങ് ആണ് കേട്ടാ പോണേ. എവനെ ആദ്യം പിടിക്കണം. ഓളി 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 ഓളി. എനിക്കറിയായിരുന്നു ബ്രേക്ക് കൂട്ടിയിട്ട് കിട്ടിയില്ലേ അവിടെ. എല്ലാരും മാറി. കൂട്ട കിടക്കും ഇവിടെ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് നമുക്ക് ഹോൾഡ് ചെയ്ത് കളിക്കാം. ബാക്കിലുള്ളവന്മാര് നമുക്ക് കയറ്റി വിടാൻ വരുന്നത് മാത്രം മതി കേട്ടാ. സിമ്പിൾ ആയിട്ട് ജയിക്കാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. സെക്കൻഡ് പൊസിഷന് വേണ്ടിയുള്ള അടിയാണ് ഗൈസ്. ഓക്കെ, പതിയെ. ഈസി. അത്രേ ഉള്ളൂ. അതെ, നോക്കി വണ്ടി ഗൈസ്. ഈ വണ്ടി ഭയങ്കര കറക്കം കേട്ടാ. കൺട്രോള് കിട്ടുന്നില്ല. ഇതാ ബാക്കിലുള്ള വന്ന് ഇടിക്കുക തന്നെ. ലെറ്റ്സ് ഗോ ഗൈസ്. ഏതാണ്ട് 33% ആയിട്ടേ ഉള്ളൂ റേസ്. നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പൊ ടോപ്പ് സ്പീഡിലാണ് വണ്ടി ഉള്ളത് കേട്ടാ. ഇവനെ ഇതിന്റെ ഇടയിൽ വെച്ച് പിടിക്കാൻ പറ്റിയ കൊള്ളായിരുന്നു. അപ്പൊ എന്ത് പോക്കടേ പോണേ. അവന്റെ ടോപ്പ് എൻഡ് എത്രയാണെന്ന് അറിയത്തില്ല കേട്ടാ. നമ്മളെന്തായാലും ഇത്രയും കയറുന്നുള്ളൂ ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. ഏതാണ്ട് 50% കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഗെയിം. കേറി. അച്ഛനെ കേറ്, അലമ്പല്ലേ. കറങ്ങി വണ്ടി ഇറങ്ങി. പോടാ ഗൈസ്. വണ്ടി നിന്ന് കറങ്ങിയടേ. നമ്മൾ നല്ല ബാക്കിലായിട്ടുണ്ട്. സെക്കൻഡ് പൊസിഷനെങ്കിലും പിടിക്കാൻ പറ്റിയ ആദ്യമായിരുന്നു. അച്ഛനെ ചെക്ക് പോയിന്റ്. ഗൈസ്, അവിടെ നിന്ന് കറങ്ങിയിലായിരുന്നു ഉറപ്പായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുമായിരുന്നു കേട്ടാ. ഇതെനിക്ക് തോന്നില്ല. വണ്ടി ഭയങ്കര സ്കിഡിങ് ആണ്. ലെറ്റ്സ് ഗോ. എനിക്ക് ഈ സാമാനം ഇരിക്കുന്നോണ്ട് കാണാനും പറ്റുന്നില്ലടാ. ഫ്രണ്ടിൽ ഈ സംഭവം ഇരിക്കുക. വണ്ടിക്ക് കുറച്ചുകൂടെ ടോപ്പ് എൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയും പിടിക്കായിരുന്നു കേട്ടോ. ഓ, നിന്ന് കറങ്ങോടെ. ലെറ്റ്സ് ഗോ
ഗൈസ് തേർഡ് പൊസിഷനിലാണ് കേട്ടാ വണ്ടിയുടെ. എടാ വണ്ടി മൊത്തം ചപ്പിയടാ, ഇനി ഒന്നും ഇല്ല ഒരു ബാക്കി. വണ്ടി മൊത്തം പൊളിഞ്ഞിട്ടുണ്ട്. തേർഡ് പൊസിഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. നമ്മുടെ കയ്യുമായിട്ടൊന്ന് സെറ്റ് ആയിട്ടില്ലേ വണ്ടി ചേട്ടാ. കുറച്ചു നേരം ഒന്ന് ഓടിച്ച് സെറ്റായാൽ മാത്രമേ നമുക്ക് കൺട്രോളൊക്കെ സെറ്റായി വരത്തുള്ളൂ.